ശ്രീ കെ യു ജനീഷ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ യു ജനീഷ് കുമാർ, നാട്ടുകാർ പറയുന്നത് ഈ ക്വാറിയുടെ പേപ്പറുകളുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ട്, അനുമതിയുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. കളക്ടർ പറയുന്നത് പക്ഷേ 2026 വരെ അതിന് അനുമതി ഉണ്ട് എന്ന് തന്നെയാണ്. ഈ രക്ഷാപ്രവർത്തനം അടക്കം മുന്നോട്ട് പോകുന്ന ഒരു ബീഹാർ സ്വദേശി അതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള സംശയങ്ങളുണ്ട്. തിരച്ചിൽ തുടരുകയാണ്. എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ കഴിയുക? എന്തു സാധ്യതകളാണ് മുന്നിലുള്ളത്? ഇപ്പോ പ്രാഥമികമായി രക്ഷാപ്രവർത്തനം അതിനുവേണ്ടി കുടുങ്ങിക്കിടന്ന ആളിനെ രക്ഷിക്കുക എന്നുള്ള പ്രവർത്തനത്തിനാണ് പ്രാഥമികമായി മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ കൂടുതൽ യന്ത്ര ഉപകരണങ്ങളുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്നും ഒരു വലിയ ക്രെയിൻ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂറിനുള്ളിൽ ആ ക്രെയിൻ അവിടെ എത്തും. അതെത്തിയെങ്കിൽ മാത്രമേ ഇനി അവിടെ രക്ഷാദൗത്യം നടക്കുകയുള്ളൂ. രാവിലെ തീരുമാനിച്ച പ്ലാൻ അനുസരിച്ചുള്ള പ്രവർത്തനം അത് സാധ്യമാവില്ല എന്നാണ് നിങ്ങളുടെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെയും കളക്ടർ സൂചിപ്പിച്ചതുപോലെയും നമുക്കെല്ലാം മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ആ ക്രെയിൻ വന്നതിന് ശേഷം അത് 30 ടണ്ണ് വരെ നമുക്ക് ഉയർത്താൻ കഴിയുന്നതാണ്. അത് വെച്ച് നമുക്ക് അത് ആ കുടുങ്ങിക്കിടക്കുന്ന ആളിനെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് ദൗത്യത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത് നിങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള ഇതിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, അത് സംബന്ധിച്ചൊരു പ്രാഥമികമായ പരിശോധന മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന ഒരു കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കൊരു ലൈസൻസ് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അതിൽ കുറെ നിബന്ധനകൾ ഉണ്ടായിരുന്നു. ആ നിബന്ധനകൾ പാലിക്കപ്പെട്ടുകൊണ്ടാണോ പാറ അവിടെ നിന്ന് പൊട്ടിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ജിയോളജി ഡയറക്ടർ സംസാരിച്ചിട്ടുണ്ട്. ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലത്തെത്തും. അവർ വിശദമായ ഒരു പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടോ എന്നതും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. അവരത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നു. അപ്പോൾ പ്രാഥമികമായി നമ്മൾ പ്രധാനമായും രക്ഷാദൗത്യത്തിനാണ് നേതൃത്വം കൊടുത്തത്. നിരവധി പ്രതികരണങ്ങൾ വന്നിരുന്നു. നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ പരാതി ഉന്നയിച്ചതാണ്. ആ പരാതിക്ക് വേണ്ടത്ര ഗൗരവം ലഭിച്ചില്ല. കളക്ടറും പറയുന്നുണ്ട് പരാതി ലഭിച്ചിരുന്നതാണ്. അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിച്ചു. ക്രഷറിന് അനുമതി ഉണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അക്കാര്യം വിശദമായി പരിശോധിക്കുന്നതാണ്. ഇതൊരു വലിയ കോറിയല്ലേ. ഇപ്പോൾ പ്രാദേശികമായി താങ്കൾക്ക് അവിടെ രാഷ്ട്രീയമായും ഒക്കെ നാട്ടുകാരുമായും ഒക്കെ ബന്ധമുണ്ടാകുമല്ലോ. ഈ കോറി പ്രവർത്തിച്ചത് പ്രാഥമികമായി ഇത് നിയമം ലംഘിച്ചുകൊണ്ടാണ് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ വിശദമായ അന്വേഷണവും പരിശോധനയൊക്കെ നടക്കേണ്ടതുണ്ട്. എങ്കിലും തീർച്ചയായും നാട്ടുകാർ കുറെ കാലങ്ങളായി ഈ ക്രഷറിനെ സംബന്ധിച്ച് വലിയ പരാതികൾ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. മന്ത്രിമാർ പങ്കെടുത്ത അദാലത്തിലും ഇത് സംബന്ധിച്ച് ആ പ്രദേശത്തെ ആളുകൾ പരാതി നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി മന്ത്രി അത് വിശദമായ ഒരു പരിശോധനയ്ക്ക് ഉത്തരവിട്ടുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇവർ കോടതിയെ സമീപിച്ച് ഒരു പേപ്പർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവ് വാങ്ങിയെടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ കുറെ കാലം അതിന്റെ ഭാഗമായി അടഞ്ഞും കിടന്നിരുന്നു. അതിനുശേഷമാണ് ജിയോളജിയിൽ നിന്നും ഒരു ലൈസൻസ് NOC വാങ്ങി പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് നേടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ വളരെ കർശനമായ പരിശോധന തന്നെ നടത്തണം, തീരുമാനമുണ്ടാവണം എന്ന് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. ജിയോളജി വകുപ്പ് ആ കൊടുത്ത ലൈസൻസിൽ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരമാണോ ഇവർ അവിടെ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശദമായി ഇന്ന് തന്നെ പരിശോധിച്ച് റിപ്പോർട്ടാക്കും. തൊഴിൽ സുരക്ഷ, ആ സുരക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് പ്രാഥമികമായി തന്നെ നമുക്ക് ബോധ്യപ്പെടും. കാരണം മുകളിൽ നിന്നെല്ലാം പാറ അടർന്നിരിക്കുകയാണ്. ആ അടർന്നിരിക്കുന്ന ഘട്ടത്തിൽ താഴെ തൊഴിലാളികളെ വെച്ച് പണിയെടുപ്പിച്ചത് ഒരു തരത്തിലുമുള്ള സുരക്ഷ ഒരുക്കാതെയാണ്. അത് സംബന്ധിച്ച് തൊഴിൽ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ആരംഭിച്ചു. ഇന്ന് അവർ സ്ഥലത്തുണ്ട്. അതും കർശനമായ പരിശോധന ഉണ്ടായിട്ടുണ്ട്. ആ തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ അവരുടെ ഉദ്യോഗസ്ഥരുടെ വിശദമായ പരിശോധനയിലെ മനസ്സിലാക്കാൻ കഴിയൂ. എന്തായാലും ആ വിവരങ്ങളെല്ലാം പരിശോധിക്കും. ജില്ലാ കളക്ടർ താൽക്കാലികമായി അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുമുണ്ട്.